നിലവിലിപ്പം കൺട്രോളാണ്. നമ്മൾ റീഇഗ്നീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അറിയാമല്ലോ, പ്ലാസ്റ്റിക്കും മറ്റേ അസംസ്കൃത പേപ്പേഴ്സും ഉണ്ട്, പഴയ സ്ക്രാപ്പ് പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കിടന്നിട്ട് വീണ്ടും കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ JCB വെച്ചുകൊണ്ട് അതിനെ മറിച്ചിട്ട് ഫോം അടിച്ചിട്ട് കിടത്തുകയാണ്. ഒരു അപകടമാണല്ലോ. വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം. നമുക്ക് തൊട്ടടുത്ത് തന്നെ 2 ലോഡ്ജുകളുണ്ട്. ആ ലോഡ്ജിലുള്ള ആൾക്കാരെല്ലാം ഇവാക്യുവേറ്റ് ചെയ്തു. ലോഡ്ജിലേക്ക് തീപിടുത്തം ഉണ്ടാകുന്നത് നമുക്ക് തടയാൻ സാധിച്ചു. എന്താണ് ഇതിൻ്റെ പ്രാഥമികമായ എന്തെങ്കിലും നിഗമനം? ക്ലിയർ. എന്താണ് ഇത്തരത്തിലുള്ള അപകടത്തിന് പ്രാഥമികമായ നിഗമനം? പ്രാഥമികമായിട്ട് അത് നമുക്ക് അന്വേഷണത്തിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ആ ഭാഗത്തു നിന്നൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഫയർ വന്നിട്ടാണ് നമുക്ക് ട്രാൻസ്ഫോമറിലേക്ക് ഫയർ സ്പ്രെഡായി. അപ്പോൾ അങ്ങനെയാണ് ഇനിഷ്യൽ സ്റ്റേജ് നമുക്ക് കാണാൻ സാധിച്ചത്. തിങ്ങി നിറഞ്ഞ സ്ഥലത്താണ് ഈ ആക്രിക്കട പ്രവർത്തിക്കുന്നത്. ഇത് ലൈസൻസുമായി ബന്ധപ്പെട്ട അത്തരം വിവരങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചു? അതായത് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ പറയുന്നത് LSGയുടെ നോംസ് പ്രകാരം ഫയർ സിസ്റ്റം ചെയ്യണമെന്നാണ്. അത് പുതിയ നോംസാണ്. ഫയർ സിസ്റ്റം ചെയ്താൽ മാത്രമേ പുതുതായിട്ട് നമ്മൾ അനുമതി കൊടുക്കുന്നുള്ളൂ. നിലവിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപന മേധാവികൾ സ്വയമേ ചെയ്യണമെന്നാണ്. നിലവിൽ ഈ ഒരു സ്ഥാപനത്തിന് അങ്ങനെ ഒരു സിസ്റ്റം കാണുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഫയർ ഉണ്ടാകത്തില്ലായിരുന്നു. ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അനാസ്ഥയാണ്. അത് അനാസ്ഥയാണ് ഇവിടെ. ഇപ്പോൾ നിയന്ത്രണ വിധേയം. ഇതിൽ കൺട്രോളായിട്ടുണ്ട്.